നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കടുത്ത മാനസിക സംഘർഷം നേരിടുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പുറത്ത് വലിയ നെഗറ്റീവാണെന്ന് വൈൽഡ് കാർഡുകളിൽ നിന്നും തിരിച്ചറിഞ്ഞതോടെയാണിത്. തനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് കൺഫെക്ഷൻ റൂമിലെത്തി ജാസ്മിൻ ബിഗ് ബോസിനോടായി പറയുകയും ചെയ്തു. ഇപ്പോഴിതാ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് സംബന്ധിച്ച് ചോദ്യമുയർത്തി മോഹൻലാലിനോട് തൻ്റെ അവസ്ഥ വിശദീകരിക്കുകയാണ് ജാസ്മിൻ. അതോടൊപ്പം ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജാസ്മിൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ജാസ്മിന് പറ്റിയതെന്നായിരുന്നു മോഹൻലാലിൻ്റെ ചോദ്യം. ഇതിന് ജാസ്മിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോഴും അവിടുത്തെ കയ്യടി കേൾക്കുമ്പോഴും നമുക്കായി മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പുറത്തോട്ട് വരുന്നത്. ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഒരു വശത്തോട്ട് മാത്രം കാറ്റ് വീശില്ല, തിരിച്ചും മറിച്ചും കാറ്റ് വീശുമെന്ന വിശ്വാസമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചതൊന്നുമല്ല വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർ സംസാരിച്ചത് വെച്ച്. എന്നോട് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് വെച്ച് ആകെ മൊത്തം എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. ഇതോടെ ജാസ്മിനെ മറ്റെന്തെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് കരുതുന്നുണ്ടോ എന്നായി മോഹൻലാൽ. ഇതിന് ജാസ്മിൻ പറഞ്ഞത് തനിക്ക് കളിക്കാൻ ആരുടെ സഹായം വേണ്ടെന്നാണ്. ഇതോടെ ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിൻ കൺഫ്യൂസ്ഡ് ആണോ എന്നായി മോഹൻലാലിൻ്റെ അടുത്ത ചോദ്യം. അതിന് ജാസ്മിൻ്റെ മറുപടി: ഗബ്രി എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഭയങ്കരമായി ഓവർ തിങ്കിങ് ചെയ്ത് കയറി പോകുന്നുണ്ട്. മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കണമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ഗബ്രിയോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെന്ന് ഗബ്രി പറഞ്ഞു. ചില കാര്യങ്ങൾ എൻ്റെ മനസ്സ് പറയുന്നത് വിശ്വസിക്കണമോ ഗബ്രി പറയുന്നത് വിശ്വസിക്കണമോ എന്നത് കൺഫ്യൂഷൻ ഉണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. അതേസമയം ജാസ്മിൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഗബ്രി പറഞ്ഞാൽ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മോഹൻലാൽ അടുത്ത് ചോദിക്കുന്നത്. ഗബ്രി കാരണമല്ല ഞാൻ വീക്കാവുന്നത്. ഗബ്രിക്കും എനിക്കും ഒരിഷ്ടമുണ്ട്. അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. കാരണം അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല, ഗെയിം പ്ലാൻ ആണോ എന്ന് വന്നു. ഇതൊരു ദിവസം കൊണ്ട് കണക്റ്റായി എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് സൗഹൃദത്തിലെത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നത് കൊണ്ട്, ചിലപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് കൊണ്ട് കൈപിടിച്ച് നിനക്ക് ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ആ സ്നേഹവും കണക്ഷനും കൂടി വരികയാണ്. പ്രണയത്തിലെത്താതെ ഞാൻ പിടിച്ചു നിർത്തുകയാണ്. അതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല. അവസരത്തിന് വേണ്ടി അവനെ മുതലാക്കുന്നുമില്ല. തിരിച്ചും അങ്ങനെയല്ലെന്നാണ് വിശ്വാസം. അവനും എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇവിടെ വന്നിട്ടാണ് പരിചയത്തിലായത്. ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ട്. അത് പ്രണയമാകാതെ നോക്കും. അതെൻ്റെ ഇഷ്ടമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാലും എന്നെ കൊണ്ടത് കഴിയുന്നില്ല. ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ലെന്നായിരുന്നു ജാസ്മിൻ മോഹൻലാലിനോട് പറഞ്ഞത്.